എന്തോടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ടൂ വീലർ എടുത്തോണ്ട് ഓടരുത്, മനസ്സിലായോ? സാറന്മാരെ അങ്ങ് പരിചയമുള്ളതാ, ഞങ്ങളോട്ട് ഭയങ്കര ലോകിയാണെന്ന് പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് ഇതിലേക്ക് ഓടിയേക്കരുത്. എന്നാലും സ്വഭാവം മാറും കേട്ടോ. നാളൊക്കെ ഉണ്ടല്ലോ എന്തോ ഓടിയൊന്നും മേടിച്ചില്ലയോ? ഞങ്ങൾ ആരാന്ന് മനസ്സിലായോ? ഈ നിൽക്കുന്ന ഞങ്ങളൊക്കെ അതേട്ടോ, ആ ജംഗ്ഷനിലേ ഒരു SLC പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിരുന്ന 5 കുട്ടികളുടെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നതാണ്. എന്റെ മോനാണ്. ചേട്ടൻ്റെ മോനാണ്. കൂട്ടിന്റെ ആളുണ്ടോ ഇവിടെ? അദ്ദേഹമാണോ? എന്ത് ബാക്കി അതിന്റെ തൊള്ള ആൾക്കാരൊക്കെ അടുത്തുള്ളവരാണോ? ഒന്ന് വിളിക്കാവോ? എന്താ സാറേ കാര്യം? അല്ല, വേറൊരു കാര്യത്തിനല്ല, ഇതൊന്ന് കാണട്ടെന്ന്. നല്ല കുറ്റം വെച്ച് നോക്കട്ടെ, വരട്ടെ, ആൾക്കാർ വരട്ടെ, കാണട്ടെ. ഹലോ എടാ, പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ, കുറെ സാറുമാർ ഇവിടെ ഇരിക്കുന്നു, അവരെ കൂടെ വിളിച്ചു. ആ പെട്ടെന്ന് എന്തോന്ന് അറിയത്തില്ല. ആ വാ വാ, ശരി. എല്ലാവരും വന്നോ? എന്തോടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? സാറിനെ വിളിക്കാം. സാറേ, സാറേ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെയാണോ ആളുകള്? എന്തുവാ റോഡിലൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്? ആരോട് ചോദിച്ചോണ്ടായി ഫ്ലെക്സും ഒക്കെ വെച്ചത്? എന്തോന്ന് വെച്ചത് ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ? ഞങ്ങളാരും വെച്ചില്ല, അപ്പൊ നിങ്ങളുടെ ആ ഫ്ലെക്സ് ആരും വെച്ചില്ല, അതിന് നിങ്ങൾ വെച്ചാന്നോ? അതിന് റോഡിലൊക്കെയാണോ ഇങ്ങനെയാണോ കൊണ്ടുവെക്കുന്നത്? ഇത്രയും വലിയൊരു ഫ്ലെക്സ് ഒക്കെയാണോ വെക്കുന്നത് എല്ലാവരുടെ? ഞങ്ങൾ ആരാന്ന് മനസ്സിലായോ? ഈ നിൽക്കുന്ന ഞങ്ങളൊക്കെ പോലീസല്ല, മോട്ടോർ വാഹന വകുപ്പ്, MBD ആണ്, മനസ്സിലായോ? ഇതൊരു മോനെ പേടിച്ചെന്തിനാ പുറമോട്ട് ഇറങ്ങിയിരിക്കുന്നത്? പറഞ്ഞില്ലേ ഞങ്ങള്? വിളിച്ചു പറഞ്ഞപ്പോ എന്താ വിളിച്ചു പറഞ്ഞു? പോലീസുകാർ കട വന്നിരിക്കുന്ന പറഞ്ഞപ്പോ പെട്ടെന്ന് പേടിച്ച്. അപ്പൊ നിങ്ങൾ എന്താന്ന് വേണ്ട ഓടി വന്നത് എല്ലാവരുടെ? ഞങ്ങള് പെട്ടെന്ന് ഓടി വന്നു, പോലീസ് ഇങ്ങനെ കടയിൽ നിൽക്കുവാണ്. എന്തിനാ വന്നേന്ന് വിളിച്ചെന്നിട്ട് പറഞ്ഞൊന്നുമില്ല? ഇല്ല, പെട്ടെന്ന് ഓടി വരാൻ പറഞ്ഞു. ചാരിറ്റി ഒക്കെ ഉണ്ട് ഇല്ലയോ? ഇവിടുത്തെ കാര്യങ്ങൾക്കല്ല സാറേ, വയ്യാത്തവർക്ക് പൈസ പിരിച്ചു കൊടുക്കുക. നമ്മൾ ഇവരെ പറ്റി അന്വേഷിച്ചായിരുന്നു. പിന്നെ കരോളിന് പോയിട്ട് ഒരു തലയൊട്ടിക്ക് പ്രശ്നമുള്ള ഒരു കൊച്ചിന് പൈസ പിരിച്ചു കൊടുത്തു. അത് ശരി. എവിടെയുള്ള കുഞ്ഞായിരുന്നു? വയനാട്ടിലുള്ള. എത്ര രൂപ കിട്ടി? 9,000. ആട്ടെ, വന്നാലും 9,000 ആയാലും 9,000 രൂപ കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ലയോ? പിന്നെന്തൊക്കെ നിങ്ങളിവിടെ എന്തൊക്കെ ചെയ്യും? കുതിരക്കെട്ടാനൊക്കെ പോകും. കുതിര കെട്ടാൻ പോകും. ഓണാട്ടുകാരുടെ തനത് സംസ്കാരമുള്ള കുതിരക്കെട്ട്. ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടന്നു. അടിപൊളി. ഇത് പുലികളാണല്ലോ എല്ലാം. അതാ തോളെ കൈയിട്ടുണ്ട് അവിടെ ആ ഫ്ലെക്സിൽ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി നമുക്ക്. സിനിമ അടിപൊളി. ആ ഫോട്ടോ എടുത്ത എന്തായാലും സമ്മതിക്കണം. അത് എല്ലാവരുടെയും മുഖത്തെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ഈ ഫുൾ A+ കിട്ടുന്നവനെക്കാട്ടിൽ ചിരി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ചിരികളാണ് നിങ്ങളുടെ മുഖത്തുള്ളത്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടോർ വാഹനത്തിനെ ആകർഷിച്ചത്. നിങ്ങളുടെ ആ ഒരുമ, അതുപോലെ തന്നെ ആ ചിരി, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇപ്പോഴത്തെ കുട്ടികളിലൊന്നും ഇല്ലാത്ത, ആർക്കും ചിരിക്കാൻ ഇപ്പം മടിയാ. നമ്മുടെ സമൂഹത്തിലേ ചിരിക്കാൻ മടിയാ. എല്ലാവർക്കും ഞാനെന്നുള്ള ഭാവത്തോടു കൂടിയാ, കൊച്ചു പിള്ളേരാണെങ്കിലും വലുതാണെങ്കിലും എല്ലാവർക്കും ആ ഒരു സംസ്കാരമാണ് കണ്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിരിക്കുന്ന ലോകമാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോ ഒരാളെ കണ്ട് ചിരിച്ചാട്ടെ, അതിൽ കൂടി അവർക്കുണ്ടാകുന്ന ആ മനസ്സിനുണ്ടാകുന്ന സുഖം എന്താ? മസിൽ പിടിച്ച് നടന്നുകൊണ്ട് വല്ല കഥയുണ്ടോ? ഇല്ല. നിങ്ങളുടെ ആ ചിരിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചേക്കുന്നത്. അറിയോ? നാളൊക്കെ ഉണ്ടല്ലോ എന്തോ ഓടിയൊന്നും മേടിച്ചില്ലയോ? വണ്ടിയൊക്കെ ഓടിക്കുന്നവരുണ്ടോ ആരെങ്കിലും? ഇല്ല. അതെ. എല്ലാവർക്കും 15 വയസ്സ് കഴിഞ്ഞതേ ഉള്ളു. ഇനിയിപ്പോ എന്തോരം പോകാനാ ഉദ്ദേശിക്കുന്നത് എല്ലാരും? ആണോ? അത് കഴിഞ്ഞിട്ട് പഠിക്കണം. പഠിത്തത്തിനായിരിക്കണം ഏറ്റവും ആദ്യമേ പ്രാധാന്യം കൊടുക്കേണ്ടത്, മനസ്സിലായോ? അതോടൊപ്പം തന്നെ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾക്കൂടെ ഒരു സാധ്യത കൊടുക്കണം, മനസ്സിലായോ? ഇപ്പോഴത്തെ കുട്ടികളിലൊന്നും ഇല്ലാത്തൊരു സ്വഭാവമാണ് ഈ സമൂഹത്തിൽ ഇടപെടുന്നത്. സമൂഹത്തെ കാണാതെ നടക്കുന്ന ഒരു ലോകം. എല്ലാവരും ഇപ്പൊ എന്തുവാ, ഒരു മൊബൈൽ കൈപ്പിടിയിൽ ഒതുക്കൊണ്ടുവന്ന ലോകമാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ 3.5 കോടി ജനങ്ങളെ ഉള്ളു. കേരളത്തിലെ മൊബൈലിന്റെ കണക്ഷൻ 7.5 കോടിയാണ്, മനസ്സിലായോ? അപ്പൊ എങ്ങോട്ടാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്? അന്നേരമാണ് നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറുപ്പം നിങ്ങളിപ്പം തന്നെ സമൂഹത്തിന് മാതൃകയാകുകയാണ്. നിങ്ങൾക്ക് പ്രായപൂർത്തി ആയിട്ട് പോലും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആശയം തോന്നിയാൽ നിങ്ങളിങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഒരുപാട് സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന്റെ ഇടയിൽ എന്നും പ്രവർത്തിക്കുന്ന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പിന് ഈ റോഡിൽ ഫ്ലെക്സ് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങളെ വരണമെന്നും നിങ്ങളൊന്ന് അഭിനന്ദിക്കണമെന്നും ഒക്കെ തോന്നിയത്. നിങ്ങളെ ജീവിതത്തിൽ ആരും പരാജയപ്പെടാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാം ജീവിതത്തിൽ ഉയർന്ന രീതിയിലേക്ക് പോകും. അപ്പം എന്റെ അച്ഛൻ പേടിച്ചിരിക്കുകയെന്ന് പറഞ്ഞത് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം
ഞങ്ങള് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ചെറിയൊരു ഉപഹാരം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും. മറ്റൊന്നിനുമല്ല, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് മനസ്സിലായി, നിങ്ങൾ സമൂഹത്തിൽ ഒരുപാട് സന്ദേശം നൽകുന്നവരാണെന്ന് മനസ്സിലായി. അപ്പം മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കണ്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നിയുകൊണ്ട് നിങ്ങളെ ഒന്ന് അനുമോദിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഉപഹാരമാണ്, നിങ്ങൾക്ക് ഭാവിയിൽ പഠനത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ഉപഹാരമാണ്. അപ്പം കേട്ടോ. ആദില്. മോന്റെ പേരെന്തോ? ആദിത്യൻ. ആ, മോന്റെ പേരെന്തോ? അഭിമന്യു. അടിപൊളി. എല്ലാം ആദില്ല. മോന്റെ പേരെന്തോ? ആദീഷ്. ശ്രാവൺ. 4 Aയും ഒരു S. എല്ലാം അടിപൊളി പേരുകളാണല്ലോ. ഇതും വെച്ചോണ്ട് നാളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ 2 വീലർ എടുത്തോണ്ട് ഓടരുത്, മനസ്സിലായോ? സാറന്മാരെ അങ്ങ് പരിചയമുള്ളതാ, ഞങ്ങളോട്ട് ഭയങ്കര ലോകിയാണെന്ന് പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് ഇതിലേക്ക് ഓടിയേക്കരുത്. എന്നാലും സ്വഭാവം മാറും കേട്ടോ. വണ്ടി ഓടിക്കണോ? കണ്ടിട്ടില്ല നിങ്ങളെ ഇവിടെ. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ മാവേലിക്കര ആർട്ടിഫിഷ്യൽ വരിക കേട്ടോ. ഓക്കെ. ഞങ്ങൾക്ക് 10+ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ല. എനിക്കിപ്പോൾ 9+ ഉണ്ട്, ഇവന് 7. അങ്ങനെ ഞങ്ങൾക്ക് A+ ഉണ്ട്. പക്ഷെ ആരും അടിക്കാനൊന്നും പോകുന്നില്ല ഫ്ലെക്സ്. ഞങ്ങള് തന്നെ പൈസ ഇട്ട് ഞങ്ങൾ അടിച്ച് ഈ അഭിനന്ദനം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. നല്ല പ്രതീക്ഷയില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ സന്തോഷം. പോലീസൊക്കെ ഞാനും പേടിച്ചു. എനിക്ക് നേഴ്സിംഗിന് പോകണമെന്നുണ്ട്. പട്ടാളത്തിൽ ഇനി ഞങ്ങൾ ഫ്ലെക്സ് വെക്കത്തില്ല. ഞങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് വെപ്പിക്കത്തേ ഉള്ളു. ഇതിനുള്ള പരിശ്രമം ഞങ്ങൾ തുടങ്ങി പഠിച്ച്. പിന്നെന്താ 100%.